ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. നിങ്ങളുടെ കമൻറ്റുകൾ അറിഞ്ഞാലേ നമുക്ക് ഇനി എങ്ങനെയാണ് മുന്നോട്ട് എന്തൊക്കെ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തണം എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. നമ്മളിന്ന് തുടങ്ങുന്നത് ഒരു നവോത്ഥാന നായകൻ്റെ കാര്യമാണ്. നമ്മളിന്ന് പറയുന്നത് പൊയ്കയിൽ യോഹന്നാനാണ് നമ്മളിന്ന് പറയാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത്. പൊയ്കയിൽ കുമാരഗുരുദേവൻ. പൊയ്കയിൽ കുമാരഗുരുദേവന്റെ കാലഘട്ടം 1878 മുതൽ 1939 വരെയാണ് പൊയ്കയിൽ കുമാരഗുരുദേവന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് പൊയ്കയിൽ കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പൊയ്കയിൽ കുമാരഗുരുദേവനെയാണ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന ഒരു വിശേഷണം ഉണ്ടല്ലോ. എന്താണ് പൊയ്കയിൽ കുമാരഗുരുദേവന്റെ വിശേഷണം എന്നറിയപ്പെടുന്നത്? കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. അപ്പൊ നമ്മുടെ പൊയ്കയിൽ കുമാരഗുരുദേവന്റെ വിശേഷണം പറഞ്ഞത് കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. കേരള നെപ്പോളിയൻ പൊയ്കയിൽ കുമാരഗുരുദേവനാണെങ്കിൽ ഇന്ത്യൻ നെപ്പോളിയൻ ആരാണ്? ഇന്ത്യൻ നെപ്പോളിയൻ സമുദ്രഗുപ്തനാണ്. സമുദ്രഗുപ്തൻ കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? പത്തനംതിട്ടയിലെ ഇരവിപേരൂരാണ് പൊയ്കയിൽ കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ, പത്തനംതിട്ട ഇരവിപേരൂർ എവിടെയാണ്? പത്തനംതിട്ടയാണ്. ഇരവിപേരൂർ പത്തനംതിട്ടയാണ് പൊയ്കയിൽ കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനാണെന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം 1907 പൊയ്കയിൽ യോഹന്നാന്റെ ഉപദേശപ്രകാരം അല്ലെങ്കിൽ പൊയ്കയിൽ കുമാരഗുരുദേവന്റെ ഉപദേശപ്രകാരം പറയർ, പുലയർ തുടങ്ങിയ വിഭാഗത്തിലുള്ളവരെ എന്തിൽ ചേർന്നു? ക്രിസ്തു മതത്തിൽ ചേർന്നു. 1907 പൊയ്കയിൽ കുമാരഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം പറയ, പുലയ വിഭാഗത്തിലുള്ള ജനവിഭാഗങ്ങൾ എന്തിൽ ചേർന്നു? ക്രിസ്തു മതത്തിൽ ചേർന്നു. എന്നാൽ 1907 ക്രിസ്തു മതത്തിൽ ചേരുന്നത്. 1907 പുലയ പറയ വിഭാഗത്തിലുള്ള ജനവിഭാഗങ്ങൾ എന്ത് ചെയ്തു? ക്രിസ്തു മതത്തിൽ ചേർന്നു. എന്നാൽ 1908 പൊയ്കയിൽ കുമാരഗുരുദേവൻ എന്ത് ചെയ്തു? ക്രിസ്തുമതം ഉപേക്ഷിച്ചു. 1908 കുമാരഗുരുദേവൻ ക്രിസ്തുമതം ഉപേക്ഷിച്ചു. 1908 കുമാരഗുരുദേവൻ എന്ത് ചെയ്തു? ക്രിസ്തുമതം ഉപേക്ഷിക്കുകയും 1909 ഒരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു. 1909 അദ്ദേഹം തുടങ്ങുന്നതാണ് PRDS തുടങ്ങുന്നത് 1909. PRDS 1909. പ്രത്യക്ഷ രക്ഷാ ദേവസഭ തുടങ്ങുന്നത് 1909. പ്രത്യക്ഷ രക്ഷാ ദേവസഭ 1909 പൊയ്കയിൽ കുമാരഗുരുദേവന്റെ സംഘടനയുടെ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇരവിപേരൂരാണ്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഇരവിപേരൂരാണ്. ഇനി അതെ 1921 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 1921 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നുണ്ട്. 1921 1931 അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട്. 1921 1931 ആരെ? പൊയ്കയിൽ കുമാരഗുരുദേവൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി വരുന്നത്. തിരുവിതാംകൂറിൽ ആദ്യമായിട്ടൊരു നിയമനിർമ്മാണ സഭ വരുന്നത് 1888 അത് എന്താണ്? തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ വരുന്നത് 1888 ഈ 1888 വരുന്ന തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ എന്തായി? 1904 എന്തായിട്ട് മാറി? ശ്രീമൂലം പ്രജാസഭയായിട്ട് മാറുന്നുണ്ട്. 1888 വന്ന തിരുവിതാംകൂർ നിയമസഭ എന്ത് ചെയ്തു? 1904 ആകുമ്പോഴത്തേക്കും ശ്രീമൂലം പ്രജാസഭയായിട്ട് മാറി. അപ്പൊ ഈ ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 ആരംഗമായി? പൊയ്കയിൽ കുമാരഗുരുദേവൻ അംഗമാകുന്നുണ്ട്. ഇനി ഇദ്ദേഹം 1937 എന്ത് ചെയ്തു? നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ട് ഗാന്ധിജിയെ സന്ദർശിക്കുന്നുണ്ട്. 1937 നെയ്യാറ്റിൻകര വെച്ചിട്ട് ആരെ സന്ദർശിക്കുന്നുണ്ട്? ഗാന്ധിജിയെ സന്ദർശിക്കുന്നുണ്ട്. ഗാന്ധിജി അങ്ങനെ എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ഗാന്ധിജി ആകെ 5 തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. ഏതൊക്കെ വർഷങ്ങളാണ്? 1920 എന്തുമായിട്ട് ബന്ധപ്പെട്ട് വന്നു? ഖിലാഫത്ത് പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ എത്തുന്നത്. ഇനി അടുത്ത് എന്ന് വന്നു? 1925 എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്?
വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചു. 1924 ആണ് വൈക്കം സത്യാഗ്രഹം. അതോടനുബന്ധിച്ച് 1925 ഗാന്ധിജി 2ാം തവണ കേരളം സന്ദർശിച്ചു. ഇനി അടുത്ത ഗാന്ധിജി സന്ദർശിക്കുന്നത് 1927. 1927 ദക്ഷിണേന്ത്യൻ പര്യടനവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? കേരളം സന്ദർശിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്ന 1934. 1934 ഗാന്ധിജി വരുന്നത് ഹരിജൻ ഫണ്ട് സമാഹരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജി 1934 കേരളം സന്ദർശിക്കുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ട് ഗാന്ധിജി കേരള സന്ദർശനം നടത്തുന്നതാണ് 1937. 1937 എന്തുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗാന്ധിജി കേരള സന്ദർശനം നടത്തുന്നത്. ഈ 1937 ആരെ കാണുന്നത്? നെയ്യാറ്റിൻകര വെച്ചിട്ട് പൊയ്കയിൽ കുമാരഗുരുദേവനെ കണ്ടുമുട്ടുന്നത്. ഗാന്ധിജിയും പൊയ്കയിൽ കുമാരഗുരുദേവനും കണ്ടുമുട്ടുന്ന 1937 നെയ്യാറ്റിൻകര വെച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അങ്ങ് ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടിയും ഞാൻ അധകൃതരുടെ മോചനത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്നു. അങ്ങ് ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടിയും ഞാൻ അധകൃതരുടെ മോചനത്തിന് വേണ്ടിയുമാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്? പൊയ്കയിൽ കുമാരഗുരുദേവൻ ഗാന്ധിജിയോട് പറഞ്ഞത്. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്, 1ാം ലോക മഹായുദ്ധ സമയത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. 1ാം ലോക മഹായുദ്ധ സമയത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയതാരാണ്? പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. എവിടെ നിന്ന് എവിടം വരെയാണ്? മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്ന് വരെയാണ് ആര്? പൊയ്കയിൽ കുമാരഗുരുദേവൻ യുദ്ധവിരുദ്ധ ജാഥ നടത്തുന്നത്. മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക്, മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്കാണ് പൊയ്കയിൽ കുമാരഗുരുദേവൻ യുദ്ധവിരുദ്ധ ജാഥ നടത്തുന്നത്. ഇനി ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ള വേറൊരു പോയിന്റാണ് അടിലഹള. അടിലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. അടിലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷനാണ്, വേല കൂലികൾ ഓർത്താൽ സഹിപ്പതില്ല. വേല കൂലികൾ ഓർത്താൽ സഹിപ്പതില്ല എന്നുള്ള ആരുടെ കൊട്ടേഷനാണ്? പൊയ്കയിൽ കുമാരഗുരുദേവനായിട്ട് ബന്ധപ്പെട്ട കൊട്ടേഷനാണ്. വേല കൂലികൾ ഓർത്താൽ സഹിപ്പതില്ല എന്ന് പറഞ്ഞത് ആരാണ്? പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു കൊട്ടേഷനാണ്, കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്ന് പറഞ്ഞത് ആരാണ്? പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് രത്നമണികൾ. പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് രത്നമണികൾ. അപ്പം പൊയ്കയിൽ കുമാരഗുരുദേവനാണ് നമ്മൾ പറഞ്ഞത്. 1878 മുതൽ 1939 വരെയാണ് പൊയ്കയിൽ കുമാരഗുരുദേവന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. കേരളത്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. അത് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സമുദ്രഗുപ്തനാണ്. ഇനി ഇദ്ദേഹം ജനിക്കുന്നത് എവിടെയാണ്? പത്തനംതിട്ടയിലെ ഇരവിപേരൂരിലാണ്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് പൊയ്കയിൽ കുമാരഗുരുദേവൻ ജനിക്കുന്നത്. ഇനി 1907 എന്ത് ചെയ്തു? പുലയ പറയ വിഭാഗത്തിലുള്ളവരെ എന്ത് ചെയ്തു? ക്രിസ്തുമതത്തിൽ ചേരാനായിട്ട് അദ്ദേഹം ഉപദേശിച്ചു. 1908 ഇദ്ദേഹം ക്രിസ്തുമതം ഉപേക്ഷിച്ചു. 1909 പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന സംഘടന ആരംഭിച്ചു. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഇരവിപേരൂർ, പത്തനംതിട്ട. ഇരവിപേരൂർ, പത്തനംതിട്ട. ഇനി അദ്ദേഹം 1921 1931 ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായി. 1921 1931 ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായി. 1ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. 1ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. എവിടെ നിന്നാണ്? മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്കാണ്. മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെയാണ് യുദ്ധവിരുദ്ധ ജാഥ നടത്തുന്നത്. 1ാം ലോക മഹായുദ്ധം നടക്കുന്ന എന്നാണ്? 1914. 1914 ജൂലൈ 28 മുതൽ 1918 നവംബർ 11 വരെയാണ് 1ാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം. 1914 ജൂലൈ 28 മുതൽ 1918 നവംബർ 11 വരെയാണ് 1ാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇതോടനുബന്ധിച്ചാണ് പൊയ്കയിൽ കുമാരഗുരുദേവൻ യുദ്ധവിരുദ്ധ ജാഥ നടത്തുന്നത്. ഇനി ഇദ്ദേഹം 1937 നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ട് ഗാന്ധിജിയെ സന്ദർശിച്ചു. പിന്നെ ഇദ്ദേഹമാണ് അടിലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. പിന്നെ ഇദ്ദേഹത്തിന്റെ കൃതിയാണ് രത്നമണികൾ. പിന്നെ നമ്മൾ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ 2 കൊട്ടേഷനാണ്. എന്താണ്? വേല കൂലികൾ ഓർത്താൽ സഹിപ്പതില്ല. വേല കൂലികൾ ഓർത്താൽ സഹിപ്പതില്ല. പിന്നെ പറഞ്ഞതാണ് കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്ന് പറഞ്ഞതും ആരാണ്? പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ വർഷങ്ങൾ ഒന്ന്
അത്യാവശ്യം ഒന്ന് പറഞ്ഞു നോക്കാം. ആദ്യം പറഞ്ഞത് എന്നാണ് 1878 ആണ്. 1878 നമ്മൾ ആദ്യം പറഞ്ഞ വർഷം എന്നാണ്. 1878 എന്താണ് പ്രത്യേകത? 1878 എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രാദേശിക ഭാഷാപത്ര നിയമം, വെർണാക്കുലർ പ്രസ് ആക്ട് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷാപത്ര നിയമം വരുന്നത് 1878. അതുപോലെ ആയുധ നിയമം വരുന്നതും 1878. ആയുധ നിയമം, ആംസ് ആക്ട് വരുന്നതും 1878. ഇത് രണ്ടും കൊണ്ടുവരുന്ന ആരുടെ കാലത്താണ്? ലോർഡ് ലിറ്റന്റെ കാലഘട്ടത്തിലാണ്. ലിറ്റൻ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് വെർണാക്കുലർ പ്രസ് ആക്ടും ആംസ് ആക്ടും വരുന്നത്. ഇനി ഈ വെർണാക്കുലർ പ്രസ് ആക്ടും ആംസ് ആക്ടും റദ്ദ് ചെയ്യുന്നത് ആരാണ്? 1882. 1882 ഈ വെർണാക്കുലർ പ്രസ് ആക്ടും ആംസ് ആക്ടും റദ്ദ് ചെയ്തു. ആരുടെ കാലത്താണ്? ലോർഡ് റിപ്പന്റെ കാലഘട്ടത്തിലാണ് ഇത് റദ്ദ് ചെയ്തത്. 1882 ഇത് റദ്ദ് ചെയ്തു. ലോർഡ് റിപ്പന്റെ കാലഘട്ടത്തിലാണ് 1878 കുറിച്ച് പറഞ്ഞത്. ഇനി അടുത്ത് നമുക്കുള്ളത് 1907. 1907 എന്തൊക്കെയാണ് പ്രത്യേകത? 1907 നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് എന്താണ്? സൂററ്റ് കോൺഗ്രസ്. 1907 സൂററ്റ് കോൺഗ്രസ് നടക്കുന്നത്. സൂററ്റ് കോൺഗ്രസ് 1907. എന്താണ് ഈ സൂററ്റ് കോൺഗ്രസിന്റെ പ്രത്യേകത? സൂററ്റ് കോൺഗ്രസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് മിതവാദികളും തീവ്രവാദികളും രണ്ട് ഗ്രൂപ്പായിട്ട് മാറി. മിതവാദികളും തീവ്രവാദികളും രണ്ട് ഗ്രൂപ്പായിട്ട് മാറി. അങ്ങനെ ആദ്യമായിട്ട് കോൺഗ്രസിൽ വിഭജനം നടക്കുന്നത് 1907 സൂററ്റ് സ്പ്ലിറ്റ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ സാധുജന പരിപാലന സംഘം ആരുടെയാണ്? അയ്യങ്കാളിയുടേതാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടേതാണ്. അത് ഏത് വർഷമാണ്? 1907. സാധുജന പരിപാലന സംഘം 1907. അതിന്റെ ആരാണ് ആ സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്? അയ്യങ്കാളിയാണ്. ഈ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം എന്താണ്? സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനിയാണ് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം. ഇനി അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വരുന്നത് 1907. ഇന്ത്യയിൽ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് എന്തെന്നറിയപ്പെടുന്നത്? സ്വകാര്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ടാറ്റ കമ്പനി എന്ന് പറയുന്നത്. ഈ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വരുന്നത്, ടിസ്കോ വരുന്നത് 1907. അപ്പൊ ടിസ്കോ 1907. വീണപ്പൂവ് പ്രസിദ്ധീകരിക്കുന്നത് 1907. വീണപ്പൂവ് പ്രസിദ്ധീകരിക്കുന്നത് 1907. വീണപ്പൂവ് ഏത് പത്രത്തിലാണ് പ്രസിദ്ധീകരിക്കുന്നത്? മിതവാദി പത്രത്തിലാണ് വീണപ്പൂവ് പ്രസിദ്ധീകരിക്കുന്നത്. മിതവാദി പത്രത്തിലാണ്. അത് ഏത് വർഷമാണ്? 1907. ഈ മിതവാദി പത്രം സ്ഥാപിക്കുന്നത് 1907. മിതവാദി പത്രവും 1907. മിതവാദി പത്രം ആരംഭിക്കുന്നത് ആരാണ്? മൂർക്കോത്ത് കുമാരനാണ് മിതവാദി പത്രം ആരംഭിക്കുന്നത്. മിതവാദി പത്രം ആരംഭിക്കുന്നത് 1907. പിന്നീട് ആര് വിലക്കി വന്നു? 1913 സി കൃഷ്ണൻ ഇത് വിലക്കി വാങ്ങി. എവിടെ നിന്ന് ആരംഭിക്കുന്നു? കോഴിക്കോട് നിന്ന് ആരംഭിക്കുന്നു. സി കൃഷ്ണൻ 1913 ഇത് വിലക്കി വാങ്ങുകയും കോഴിക്കോട് നിന്ന് ആരംഭിക്കുകയും ചെയ്തു. ഇനി മൂർക്കോത്ത് കുമാരൻ മിതവാദി പത്രം ആരംഭിക്കുന്ന എവിടെ നിന്നാണ്? തലശ്ശേരിയിൽ നിന്നാണ് മൂർക്കോത്ത് കുമാരൻ മിതവാദി പത്രം ആരംഭിക്കുന്നത്. തലശ്ശേരിയിൽ നിന്നാണ് മൂർക്കോത്ത് കുമാരൻ മിതവാദി പത്രം ആരംഭിക്കുന്നത്. 1913 എന്ത് ചെയ്തു? സി കൃഷ്ണൻ ഈ പത്രം വിലക്കി വാങ്ങി കോഴിക്കോട് നിന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇനി കേരളീയ നായർ സമാജം വരുന്നത് 1907. കേരളീയ നായർ സമാജം 1907. ഈ കേരളീയ നായർ സമാജം ആരുടെയാണ്? സി കൃഷ്ണപിള്ളയുടേതാണ് കേരളീയ നായർ സമാജം. വരുന്നത് 1907. അതിന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അതിന്റെ സി കൃഷ്ണപിള്ളയാണ് അതിന്റെ നേതൃത്വം. ഇനി അടുത്തത് മാഡം ഫിക്കാജി കാമ എന്താണ്? ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഈ മാഡം ഫിക്കാജി കാമ ഇന്ത്യൻ പതാക ആദ്യമായിട്ടൊരു വിദേശീയ വേദിയിൽ ഉയർത്തുന്നു. ആദ്യമായിട്ട് മാഡം ഫിക്കാജി കാമ ഇന്ത്യൻ പതാക ഒരു വിദേശീയ വേദിയിൽ ഉയർത്തുന്നത് 1907. എവിടെയാണ്? ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിലാണ് ആദ്യമായിട്ട് മാഡം ഫിക്കാജി കാമ എന്ത് ചെയ്തത്? ഇന്ത്യൻ പതാക ഉയർത്തുന്നത്. ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിലാണ് പതാക ഉയർത്തുന്നത് മാഡം ഫിക്കാജി കാമ. 1907. അപ്പൊ നമ്മൾ 1907 പറഞ്ഞതാണ് എന്തെന്ന്? സൂററ്റ് വിഭജനം 1907. അതുപോലെ സാധുജന പരിപാലന സംഘം അയ്യങ്കാളി 1907. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? വീണപ്പൂവ് പ്രസിദ്ധീകരിക്കുന്നത് 1907. അതുപോലെ മിതവാദി പത്രം ആരംഭിക്കുന്നത് 1907. ആരാണ്? മൂർക്കോത്ത് കുമാരൻ തലശ്ശേരി.
ഇനി അടുത്തത് ആദ്യത്തെ സ്വകാര്യ ഇരുമ്പുരുക്ക് കമ്പനി ആയിട്ടുള്ള ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വരുന്നത് 1907 പിന്നെ പറഞ്ഞത് നമ്മൾ എന്താണ്, മാഡം പിക്കാജി കാമ ആദ്യമായിട്ടൊരു വിദേശീയ വേദിയിൽ ഇന്ത്യൻ പതാക ഉയർത്തുന്നത് 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിലാണ്. ഇനി അതുപോലെ കേരളീയ നായർ സമാജം വരുന്നത് 1907 നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? സി കൃഷ്ണപിള്ള. അപ്പം നമ്മൾ ആദ്യത്തെ ഇത് നോക്കി 1907. ഇനി നമ്മൾ അടുത്ത് പറഞ്ഞ വർഷമാണ് 1908. 1908 പൊയ്കയിൽ കുമാര ഗുരുദേവൻ ക്രിസ്തുമതം ഉപേക്ഷിക്കുന്നത്. ഇനി 1908 എന്തൊക്കെ പ്രത്യേകതയുണ്ട്? 1908 യോഗക്ഷേമ സഭ. 1908 യോഗക്ഷേമ സഭ വരുന്നത്. 1908 യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ ആരംഭിക്കുന്നത്. അത് 1908. ഈ ഇടയ്ക്ക് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏത് വർഷമാണ് VT ഭട്ടതിരിപ്പാട് ജനിക്കുന്നത്? 1896 മാർച്ച് 26. 1896 മാർച്ച് 26 പൊന്നാനിയിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഇനി അടുത്തത് അതാണ് ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞ യോഗക്ഷേമ സഭ 1908. ഇനി യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതാണ്? മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. ഇനി അടുത്തതാണ് ഖുദിറാം ബോസ്. ഖുദിറാം ബോസിനെ തൂക്കിക്കൊല്ലുന്നത് 1908. ഖുദിറാം ബോസിനെ തൂക്കിക്കൊല്ലുന്നത് 1908. എന്താണ് ഖുദിറാം ബോസിന്റെ പ്രത്യേകത? ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദിറാം ബോസ്. ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദിറാം ബോസ്. ഈ ഖുദിറാം ബോസിനെ തൂക്കിക്കൊല്ലുന്നത് 1908. ഇനി അടുത്തത് കേരളത്തിൽ ആദ്യമായിട്ട് കൃഷി ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുന്നത് 1908. കേരളത്തിൽ ആദ്യമായിട്ട് കൃഷി ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുന്നത് 1908. കേരളത്തിൽ ആദ്യമായിട്ട് കൃഷി ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുന്നത് 1908. ഇനി അതുപോലെ ബറോഡ ബാങ്ക് വരുന്നത് 1908. ബറോഡ ബാങ്ക് 1908. ഇനി അടുത്തത് ശ്രീനാരായണ ഗുരു തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം പണി കഴിപ്പിക്കുന്നത് 1908. ശ്രീനാരായണ ഗുരു തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം പണി കഴിപ്പിക്കുന്നത് 1908. 1908. അപ്പൊ 1908 നമ്മൾ പറഞ്ഞാണ് യോഗക്ഷേമ സഭ. 1908 ആരുടെയാണ്? VT ഭട്ടതിരിപ്പാടിന്റെയാണ്. അതിന്റെ മുഖപത്രമാണ് മംഗളോദയം. 1909 ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞാലും ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ആ വർഷം വന്നതുകൊണ്ട് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. എന്താണ്? മിന്റോ മോർലി റിഫോംസ് വരുന്നത് 1909. മിന്റോ മോർലി റിഫോംസ് വരുന്നത് 1909. EMS ജനിക്കുന്നത് 1909. നമ്മളിവിടെ 1909 പറയാൻ കാരണം PRDS വരുന്നത് 1909. PRDS വരുന്നത് 1909. കേരളത്തിൽ ആദ്യമായിട്ട് സംഘടിത കർഷക സമരം നടക്കുന്നത് 1909. എവിടെയാണ് നടക്കുന്നത്? വെങ്ങാനൂരാണ്. നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് സംഘടിത കർഷക സമരം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. വെങ്ങാനൂർ 1909. അത് EMS ജനിക്കുന്നത് 1909. പിന്നെ അതുപോലെ ഹിന്ദു സ്വരാജ് എന്ന പത്രം. ഹിന്ദു സ്വരാജ് എന്ന പത്രം ആരുടെയാണ്? ഗാന്ധിജിയുടെ പത്രം. ഗാന്ധിജിയുടെ ബുക്കാണ് ഹിന്ദു സ്വരാജ്. ഹിന്ദു സ്വരാജ് പബ്ലിഷ് ചെയ്യുന്നത് 1909. പിന്നെ അതുപോലെ ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ 1909. ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ വരുന്നതും 1909. അപ്പം നമ്മൾ 1909 പറഞ്ഞു. മിന്റോ മോർലി റിഫോംസ്, EMS ജനിച്ചു. PRDS എന്ന പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിക്കുന്നത് 1909. അതുപോലെ പിന്നെ ലീഡർ എന്ന പത്രം ആരുടെയാണ്? മദൻ മോഹൻ മാളവിയുടേതാണ്. ലീഡർ എന്ന പത്രം മദൻ മോഹൻ മാളവിയുടേതാണ്. അത് 1909. പിന്നെ ഗാന്ധിജിയുടെ ഹിന്ദു സ്വരാജ് എന്ന ബുക്ക് 1909. ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ 1909. ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ ആരുടെയാണ്? അയ്യത്താൻ ഗോപാലാണ് ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിക്കുന്നത്. അത് 1909. അപ്പം നമ്മൾ 1909 കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് പറയേണ്ട വർഷം എന്ന് പറയുന്നത് 1921. 1921 നമുക്കിനി അടുത്ത് നോക്കേണ്ട വർഷം എന്ന് പറയുന്നത്. ഇനി 1921 മലബാർ കലാപം നടക്കുന്നത്. അതുപോലെ വാഗൺ ട്രാജഡി 1921 എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയ വർഷമാണ്. മലബാർ കലാപം 1921. വാഗൺ ട്രാജഡി അതിനോടനുബന്ധിച്ചാണ് വാഗൺ ട്രാജഡി നടക്കുന്നത്. അത് 1921 ഇന്നാണ് നമ്മൾ പറഞ്ഞു, നവംബർ 10 പറഞ്ഞു. അതുപോലെ KPCC നിലയിൽ വരുന്നത് ആദ്യമായിട്ട് 1921. KPCCയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് 1921. എവിടെയാണ്? ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലം. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? T പ്രകാശമാണ് അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ വിശ്വഭാരതി എന്ന് പറഞ്ഞ സർവകലാശാല ആവുന്നത് ആദ്യത്തേത് ശാന്തിനികേതൻ വരുന്നത് 1901. അത് എവിടെയാണ്? കൊൽക്കത്തയാണ് അതിന്റെ ആസ്ഥാനം. ഈ ശാന്തിനികേതന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പോൾ
ഒന്നാമതായിട്ട് യുനെസ്കോയുടെ സൈറ്റിൽ വന്നതാണ് ശാന്തിനികേതൻ. ഈ ശാന്തിനികേതൻ വിശ്വഭാരതിയാകുന്നത് 1921 1921 ശാന്തിനികേതൻ വിശ്വഭാരതിയിൽ വരുന്നത്, വിശ്വഭാരതിയായിട്ട് മാറുന്നത്. ഈ ശാന്തിനികേതന്റെ ഇമ്പോർട്ടൻസ് ആണ് 41ാമത്തെ യുനെസ്കോ സൈറ്റാണ് എന്നു പറയുന്നത് ഈ ശാന്തിനികേതനം എന്ന് പറഞ്ഞാൽ. അപ്പൊ 42ാമത്തെ യുനെസ്കോ സൈറ്റ് ഏതാണ്? ഹൊയ്സാല ക്ഷേത്രങ്ങൾ ആണ് 42ാമത്തെ യുനെസ്കോ സൈറ്റ്. 42ാമത്തെ യുനെസ്കോ സൈറ്റ് ആണ് ഹൊയ്സാല ക്ഷേത്രങ്ങൾ. ഹൊയ്സാല ക്ഷേത്രങ്ങൾ. ഇനി 43ാമത്തെ യുനെസ്കോ സൈറ്റ് ആണ് ഏത്? മൊയ്തം. മൊയ്തം. മൊയ്തം എവിടെയാണ്? ആസാമിലാണ്. മൊയ്തം എന്ന് പറയുന്നത് ആസാമിലാണ്. ആസാമിലെ അഹോം രാജാക്കന്മാരുടെ ശവകുടീരമാണ് മൊയ്തം എന്നറിയപ്പെടുന്നത്. ആസാമിലെ അഹോം രാജാക്കന്മാരുടെ ശവകുടീരമാണ് മൊയ്തം എന്നറിയപ്പെടുന്നത്. സ്ഥിതി ചെയ്യുന്നത് ചരായ് ദാവോ ജില്ലയിലാണ്. ചരായ് ദാവോ ജില്ല, ആസാമിലെ ചരായ് ദാവോ ജില്ല. ഇത് അഹോം രാജാക്കന്മാരുടെ ശവകുടീരമാണ്. 43ാമത്തെ യുനെസ്കോ സൈറ്റ് ആണ്. അപ്പം എന്താണ്, നമ്മൾ ആ ശാന്തിനികേതൻ പറഞ്ഞപ്പോൾ ബാക്കി യുനെസ്കോ സൈറ്റും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ വിശ്വഭാരതിയായിട്ട് മാറുന്ന, വിശ്വഭാരതി സർവകലാശാലയായിട്ട് മാറുന്നത് 1921. പിന്നെ റെയിൽവേ ബഡ്ജറ്റ് എന്നും പൊതു ബഡ്ജറ്റ് എന്നും രണ്ടായിട്ട് മാറുന്നത് 1921. റെയിൽവേ ബഡ്ജറ്റ് എന്നും പൊതു ബഡ്ജറ്റ് എന്നും രണ്ടായിട്ട് മാറുന്നത് 1921. പിന്നെ പോപ്പുലേഷൻ ഡിവൈഡ് വരുന്നത് 1921. പോപ്പുലേഷൻ ഡിവൈഡ് വരുന്നത് 1921. അതുപോലെ ഇമ്പീരിയൽ ബാങ്ക് വരുന്നത് 1921. ഇമ്പീരിയൽ ബാങ്ക് വരുന്നത് 1921. ഇമ്പീരിയൽ ബാങ്ക് ആണ് എന്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്? SBIയുടെ മുൻഗാമി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നതാണ് ഇമ്പീരിയൽ ബാങ്ക്. ഈ ഇമ്പീരിയൽ ബാങ്ക് വരുന്നത് 1921. ഈ ഇമ്പീരിയൽ ബാങ്ക് എന്താണ് SBI ആയിട്ട് മാറുന്നത്? 1955 ജൂലൈ 1 എന്തായിട്ട് മാറുന്നത്? SBI ആയിട്ട് മാറുന്നത്. ഏത്? ഇമ്പീരിയൽ ബാങ്ക് SBI ആയിട്ട് മാറി 1955 ജൂലൈ 1. ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? SBIയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ഈ മലയാളി ആയിട്ടുള്ള ഒരാള് എവിടെ നിന്ന്? ഒരു മലയാളി അംഗം ഉണ്ടായിരുന്നല്ലോ ഭരണഘടനാ നിർമ്മാണ സഭയിലെ. എന്താണ്? എന്നാൽ കേരളത്തിൽ നിന്നല്ലാതെ ഒരു മലയാളി അംഗം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. UP നിന്നുള്ള മലയാളി അംഗമാണ് ആര്? അദ്ദേഹം 1ാം മന്ത്രിസഭയിലൊക്കെ അംഗമായിട്ടുണ്ട്. നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ, എന്താണ് SBIയുടെ ആദ്യത്തെ ചെയർമാനാണെന്നുള്ള. ഇതുവരെ ഞാനങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ എന്താണ്? SBIയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? SBIയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ക്ലൂ ഒക്കെ പറഞ്ഞ എന്താണ്? UP നിന്നുള്ള മലയാളി അംഗമായിരുന്നു. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് UP നിന്ന് തിരഞ്ഞെടുത്ത മലയാളി അംഗം, യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് തിരഞ്ഞെടുത്ത മലയാളി അംഗമാരായിരുന്നു അദ്ദേഹം. എന്താണ്? ഒന്നാമത്തെ ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ 1ാം മന്ത്രിസഭയിലെ അംഗമായിരുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞ ക്ലൂ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇപ്പം കിട്ടിക്കാണും. എന്തായാലും നിങ്ങൾക്ക് അതെന്താണ് ആ ഒരു ആൻസർ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം. പിന്നെ അതുപോലെ നമ്മൾ 1921 പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് വർഷം ഏതാണ്? 1931. 1931. നമ്മൾ പിന്നെ വേറെ 2 വർഷവും കൂടെ എഴുതിയിട്ടില്ല അല്ലേ? ഇനി നമുക്കുള്ളത് 1937. 1937 ഇവിടെ എന്താ പ്രത്യേകതയുള്ളത്? പൊയ്കയിൽ കുമാരഗുരുദേവൻ ആരെ കണ്ടുമുട്ടുന്നു? ഗാന്ധിജിയെ കണ്ടുമുട്ടുന്ന 1937. പിന്നെ നമുക്ക് പറയാനുള്ള വർഷം അദ്ദേഹം അന്തരിക്കുന്നത് 1939. ഇപ്പം നമ്മൾ 1931 വരെ എത്തി. 1931 നമുക്കിനി അടുത്ത് പറയാനുള്ള വർഷം എന്ന് പറയുന്നത്. 1931 എന്താ പ്രത്യേകത? ഗാന്ധി ഇർവിൻ സന്ധി 1931. ഗാന്ധി ഇർവിൻ സന്ധി 1931. അതുപോലെ 2ാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് 1931. എന്താണ് ഈ ഗാന്ധി ഇർവിൻ സന്ധിയും 2ാം വട്ടമേശ സമ്മേളനവും ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് പറയാൻ കാരണം, ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ് ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത്. ഈ വട്ടമേശ സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന 1930 വട്ടമേശ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നത്. 1930, 31, 32 അങ്ങനെ ഈ 3 വർഷങ്ങളായിട്ടാണ് 3 വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത്. എവിടെ നടന്നു? ലണ്ടനിലാണ് നടന്നത്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ലണ്ടനിലാണ്. അതിൽ ഗാന്ധിജി പങ്കെടുക്കുന്നത് ഏത് വട്ടമേശ സമ്മേളനം? 2ാം വട്ടമേശ സമ്മേളനം 1931. ഗാന്ധിജിക്ക് ഒപ്പം പങ്കെടുത്തത് ആരാണ്? സരോജിനി നായിഡു ആണ്. ഗാന്ധിജിക്ക് ഒപ്പം 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് സരോജിനി നായിഡു. ഇനി അടുത്തത് കറാച്ചി കോൺഗ്രസ് 1931. കറാച്ചി കോൺഗ്രസിന്റെ പ്രത്യേകത എന്താണ്? മൗലികാവകാശങ്ങളെ പറ്റി ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിക്കുന്ന 1931 കറാച്ചി കോൺഗ്രസിലാണ്. മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിക്കുന്നത് 1931 കറാച്ചി കോൺഗ്രസിലാണ്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. അതിന്റെ അധ്യക്ഷനാണ് സർദാർ വല്ലഭായ് പട്ടേൽ.
അപ്പൊ നമുക്ക് 1937 കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. 1937 ഗാന്ധിജി വാർത്താ പദ്ധതി, ഗാന്ധിജിയുടെ വാർത്താ പദ്ധതി 1937 ഗാന്ധിജിയുടെ വാർത്താ പദ്ധതി 1937. അതുപോലെ വാർത്താ ആശ്രമം സ്ഥാപിക്കുന്നത് 1937 വാർത്താ പദ്ധതി 1937. വാർത്തയിൽ ആശ്രമം സ്ഥാപിക്കുന്നത് എന്തിന്റെ മാതൃകയിലാണെന്നുള്ളത് ഈ ഇടയ്ക്ക് പത്രങ്ങളിൽ വന്നതാണ്. എന്തിന്റെ മാതൃകയിലാണ് ഗാന്ധിജി വാർത്തയിൽ ആശ്രമം സ്ഥാപിക്കുന്നത്? ഇവിടുത്തെ ശിവഗിരി മഠം. എന്താണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്ന ഏത് വർഷമാണ്? 1925 രണ്ടാം സന്ദർശനത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി ആരെ കണ്ടുമുട്ടുന്ന? ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. ഇപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ഇവിടുത്തെ ശിവഗിരി ആശ്രമത്തിന്റെ മാതൃകയിലാണ് ഗാന്ധിജി 1937 വാർത്താ ആശ്രമം സ്ഥാപിക്കുന്നത്. 1937 വാർത്താ ആശ്രമം, അതുപോലെ വാർത്താ പദ്ധതി 1937. അതുപോലെ തിരുവിതാംകൂറിൽ ആദ്യമായിട്ടൊരു സർവകലാശാല, തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി വരുന്നത് 1937. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി 1937. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അത് നിലയിൽ വരുന്നത് എന്നാണ്? 1937 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിലയിൽ വരുന്നത് 1937. ഇത് പ്രകാരം എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിന്ന് ബർമ്മ വേർപെട്ടു. അതുപോലെ ബോംബെയിൽ നിന്ന് സിന്ധിനെ വേർപെടുത്തി. ഇന്ത്യയിൽ നിന്ന് ബർമ്മയെയും വേർപെടുത്തി. ഏത് പ്രകാരം? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം. അത് നിലയിൽ വരുന്നത് 1937. ഇനി നമുക്ക് ഒരു വർഷം കൊണ്ട് 1939. ഇനി അടുത്ത് പറയാനുള്ള വർഷമാണ് 1939. സെക്കൻഡ് വേൾഡ് വാർ ആരംഭിക്കുന്നത് 1939. സെക്കൻഡ് വേൾഡ് വാർ 1939. അതുപോലെ ത്രിപുരി കോൺഗ്രസ് 1939. ത്രിപുരി കോൺഗ്രസ് 1939. എന്താണ് ഈ ത്രിപുരി കോൺഗ്രസിന്റെ പ്രത്യേകത? INC-യിൽ ആദ്യമായിട്ടൊരു ഇലക്ഷൻ നടക്കുന്നത് ത്രിപുരി കോൺഗ്രസിലാണ്. INC-യിൽ ആദ്യമായിട്ട് ഇലക്ഷൻ നടക്കുന്നത് ത്രിപുരി കോൺഗ്രസിലാണ്. ഈ ത്രിപുരി എവിടെയാണ്? ത്രിപുരി ഛത്തീസ്ഗഡിലാണ്. ഈ 1938 വേറൊരു കോൺഗ്രസ് സമ്മേളനം ഉണ്ടല്ലോ, ഹരിപുര കോൺഗ്രസ് 1938, ത്രിപുരി കോൺഗ്രസ് 1939. എന്നാൽ ഈ ഹരിപുര എവിടെയാണ്? ഹരിപുര ഗുജറാത്തിലാണ്. ഇനി അതുപോലെ കോൺഗ്രസ് മന്ത്രിസഭ രാജിവെക്കുന്നത് 1939. കോൺഗ്രസ് മന്ത്രിസഭ രാജിവെക്കുന്നത് 1939. പ്രോവിൻസുകളിൽ ആദ്യമായിട്ട് ഇലക്ഷൻ നടക്കുന്ന ഏത് വർഷമാണ്? പ്രോവിൻസുകളിൽ ആദ്യമായിട്ട് ഇലക്ഷൻ നടക്കുന്നത് 1937. പ്രോവിൻസുകളിൽ ആദ്യമായിട്ട് ഇലക്ഷൻ നടക്കുന്നത് 1937. അങ്ങനെ എന്ത് ചെയ്തു? ആദ്യമായിട്ട് കോൺഗ്രസിന്റെ ഒരു മന്ത്രിസഭ വരുന്നത് 1938. കോൺഗ്രസിന്റെ മന്ത്രിസഭ ആദ്യമായിട്ട് വരുന്നത് 1938. എത്ര പ്രോവിൻസുകൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക്? 11 പ്രോവിൻസുകൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് എത്ര പ്രൊവിൻസ് ഉണ്ടായിരുന്നു? 11 പ്രവിശ്യകൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിവിടെ 1939 പറയാൻ കാരണം എന്താണ്? പൊയ്കയിൽ കുമാരഗുരുദേവൻ അന്തരിക്കുന്നത് 1939. പൊയ്കയിൽ കുമാരഗുരുദേവൻ അന്തരിക്കുന്നത് 1939. ഇത്രയാണ് നമ്മൾ പൊയ്കയിൽ കുമാരഗുരുദേവനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. 1878 മുതൽ 1939 വരെ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ പൊയ്കയിൽ കുമാരഗുരുദേവനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ മറക്കണ്ട. എന്താണ്? SBയുടെ ആദ്യത്തെ ചെയർമാൻ ആരെന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ഉത്തരം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ ക്ലാസ് ആണ് വേണ്ടത് എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കാനും നിങ്ങൾ മറക്കണ്ട. അപ്പോൾ താങ്ക്സ്.